വാർഷിക സമ്മേളനം 2024 മെയ് 1-ാം തീയതി കുണ്ടറ ഈ ദേശത്ത് വെച്ച് ഈ ഹാളിൽ വെച്ച് ഇന്ന് കൂടുകയാണ്. ഈ മഹാസമ്മേളനത്തിൽ സംബന്ധിച്ച് ഈ സമ്മേളനത്തെ അനുഗ്രഹിക്കുന്ന പണിക്കർ കുടുംബയോഗത്തിൻ്റെ രക്ഷാധികാരി എൻ്റെ ഇളയ സഹോദര മെത്രാപ്പൊലീത്തായി കോട്ടയം ഭദ്രാസനത്തിൻ്റെ ഇടയനുമായ അഭിമന്യനായ ഡോക്ടർ യൂഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലീത്ത, ഈ സംഗമത്തിൻ്റെ അധ്യക്ഷനായി ഈ വേദിയിലായി വാർഷിക സമ്മേളനങ്ങൾ നടത്തുന്നു, ശാഖകളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഇന്നത് വലിയൊരു വളർച്ചയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഒന്നാമതൊരു കൂട്ടായ്മ, കുടുംബ കൂട്ടായ്മ എന്നുള്ള നിലയിൽ ഏതാണ്ട് 500 പേർക്ക് ഒരുമിച്ച് ഒത്തുകൂടുവാനുള്ളൊരു പ്ലാറ്റ്ഫോം, ഒരു വേദി ഒരുക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഒരു വലിയ നേട്ടമാണ്. അതിന് ഗീവർഗീസ് ഇവാനിയോസ് തിരുമേനിക്ക് ധന്യൻ സ്ഥാനലബ്ധി ലഭിച്ചതിന് ഉള്ള അനുമോദന പ്രമേയവും നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഞാൻ അവതരിപ്പിച്ചുകൊള്ളട്ടെ. 1902 പണിക്കർ കുടുംബയോഗം സ്ഥാപിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ മുൻനിര നേതാക്കന്മാരിൽ ഒരാളായി പ്രവർത്തിച്ച PT ഗീവർഗീസ് പണിക്കർ ഷമ്മാശൻ പിൽക്കാലത്ത് മലങ്കര കത്തോലിക്ക സഭയുടെ സ്ഥാപകനും മേജർ ആർച്ച് ബിഷപ്പുമായി ഉയർത്തപ്പെടുകയും ചെയ്ത ഭാഗ്യസ്മരണീയനായ ഗീവർഗീസ് മാർ ഇവാനിയോസ് തിരുമേനിക്ക് ആഗോള കത്തോലിക്ക സഭ ധന്യൻ പദവി നൽകി ആദരിച്ചതിൽ പണിക്കർ കുടുംബയോഗത്തിൻ്റെ അനുമോദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള പ്രമേയം. പണിക്കർ കുടുംബയോഗത്തിൽപ്പെട്ട ഓരോ അംഗങ്ങൾക്കും ഇത് ഒരു അഭിമാന നിമിഷമാണ്. കാരണം നമ്മുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടുവാനുള്ള പടവുകൾ ഒന്നൊന്നായി താണ്ടിക്കൊണ്ടിരിക്കുന്നു. 1882 സെപ്റ്റംബർ മാസം 21-ാം തീയതി മാവേലിക്കര പണിക്കർ വീട്ടിൽ തോമാ പണിക്കരുടെയും അന്നമ്മ പണിക്കരുടെയും മകനായി ജനിച്ച ഗീവർഗീസ് പണിക്കർ മാവേലിക്കരയിൽ നിന്നും പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ശേഷം കോട്ടയം MD സെമിനാരി ഹൈസ്കൂളിൽ നിന്നും പഠനം പൂർത്തീകരിച്ച് കോട്ടയം CMS കോളേജിൽ നിന്ന് BA ബിരുദം കരസ്ഥമാക്കി. അതിനുശേഷം മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ MA ബിരുദം കരസ്ഥമാക്കി. പിന്നീട് സെറാമ്പൂർ കോളേജിൽ നിന്നും വേദശാസ്ത്രത്തിൽ ബിരുദമെടുത്തു. അതിനുശേഷം കോട്ടയം MD സെമിനാരി ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 1900 ജൂൺ മാസം 9-ാം തീയതി പിൽക്കാലത്ത് മലങ്കര മെത്രാപ്പൊലീത്തായി തീർന്ന പുലിക്കോട്ടിൽ മാശപ്പട്ടം സ്വീകരിച്ചു. സഭാ ശുശ്രൂഷകളിലും കൂദാശകളിലും അതീവമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നതിനാൽ അക്കാലത്ത് അദ്ദേഹത്തെ കൂദാശ ഷമ്മാശൻ എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അദ്ദേഹം ഷമ്മാശൻ ആയിരിക്കുന്ന കാലത്താണ് കുടുംബത്തിലുള്ള മറ്റ് ആളുകളോട് ചേർന്ന് ഒരു കുടുംബ യോഗം ഉണ്ടാകണമെന്ന ആശയം ഉരുത്തിരിയുകയും ആ ആശയത്തിൻ്റെ മുൻപന്തിയിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചതിനാൽ 1902 മാവേലിക്കരെ ആസ്ഥാനമാക്കി പണിക്കർ കുടുംബയോഗം രൂപപ്പെടുകയും ചെയ്തത്. 1908 സെപ്റ്റംബർ മാസം 15-ാം തീയതി പിൽക്കാലത്ത് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെട്ട വട്ടശ്ശേരിൽ മാർ ദീവന്യാസോസ് തിരുമേനിയിൽ നിന്നും വൈദിക പട്ടം സ്വീകരിച്ചു. സഭയിൽ നിന്ന് മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ MA ബിരുദധാരി ആയിരുന്നതിനാൽ അദ്ദേഹം MA അച്ഛൻ എന്ന പേരിലാണ് കൂടുതൽ അറിയപ്പെട്ടിട്ടുള്ളത്. പിന്നീട് വട്ടശ്ശേരി തിരുമേനിയുടെ താല്പര്യപ്രകാരം അദ്ദേഹം സെറാമ്പൂർ കോളേജിൽ പ്രൊഫസറായി നിയമിക്കപ്പെടുകയും ഏറെക്കാലം അവിടെ സുദീർഘമായ നിലയിൽ സേവനമനുഷ്ഠിക്കുകയും ചെയ്തു. ഈ കാലയളവിൽ മഹാത്മാഗാന്ധിയുടെ സബർമതി ആശ്രമവും രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ശാന്തി നികേതനും മറ്റും സന്ദർശിച്ചത് മൂലം അദ്ദേഹത്തിന് സന്യാസ പ്രസ്ഥാനത്തോട് കൂടുതൽ അടുപ്പവും പ്രേരണയും ഉളവാക്കുന്നതായി മാറി. സെൻറ്റ് ബേസിൽ സന്യാസക്രമത്തിൻ്റെ അന്തസന്ത ഉൾക്കൊണ്ടുകൊണ്ട് റാന്നിക്കടുത്ത് കക്കാട്ടാറിൻ്റെയും പമ്പ നദിയുടെയും സംഗമ സ്ഥലമായ പെരുന്നാട് എന്ന സ്ഥലത്ത്
ദാനമായി ലഭിച്ച ഏതാണ്ട് 100 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ബദനി ആശ്രമം സ്ഥാപിച്ചു. 1925 മെയ് മാസം 1-ാം തീയതി പരിശുദ്ധ ബസേലിയോസ് ഗീവർഗീസ് ഒന്നാമൻ കാതോലിക്ക ബാവായാൽ ഗീവർഗീസ് മാർ ഇവാനിയോസ് എന്ന പേരിൽ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടു. അതോടൊപ്പം അദ്ദേഹത്തെ ബദനിയുടെ മെത്രാപ്പൊലീത്തായി നിയമിക്കുകയും ചെയ്തു. കന്യാസ്ത്രീകൾക്ക് വേണ്ടിയുള്ള ബഥനി മഠം എന്ന സന്യാസാശ്രമം സ്ഥാപിച്ചതും അദ്ദേഹമാണ്. 1930 സെപ്റ്റംബർ മാസം 20-ാം തീയതി മുതൽ ബഥനി ആശ്രമ സമൂഹത്തിലെ ഏതാനും അംഗങ്ങളോടൊപ്പം തൻ്റെ മാതൃസഭയായ മലങ്കര ഓർത്തഡോക്സ് സഭയുമായുള്ള എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് കത്തോലിക്ക സഭയുടെ അക്കാലത്തെ കൊല്ലം ആർച്ച് ബിഷപ്പായിരുന്ന അലോഷ്യസ് മാരിയ അൻസിഗറിനോട് കൂറ് പ്രഖ്യാപിച്ചു. 1932 ജൂൺ മാസം 11-ാം തീയതി റോമിലെ കത്തോലിക്ക സഭയ്ക്ക് കീഴിൽ മലങ്കര കത്തോലിക്ക സഭ എന്ന പ്രത്യേകമായ ഒരു റീത്ത് സ്ഥാപിച്ച് അദ്ദേഹം അതിൻ്റെ പ്രഥമ ആർച്ച് ബിഷപ്പായി സ്ഥാനാരോഹണം ചെയ്യപ്പെട്ടു. മലങ്കര കത്തോലിക്ക സഭയുടെ കീഴിൽ അനേകം പള്ളികളും സ്ഥാപനങ്ങളും സ്ഥാപിച്ച് പ്രവർത്തനം ആരംഭിച്ചു. 1953 ജൂലൈ മാസം 15-ാം തീയതി മലങ്കര കത്തോലിക്ക സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് പദവിയിലിരിക്കെ അദ്ദേഹം ദൈവസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. 2007 ജൂലൈ മാസം 14-ാം തീയതി ആഗോള കത്തോലിക്ക സഭ അദ്ദേഹത്തിന് ദൈവദാസൻ പദവി നൽകി ആദരിച്ചു. വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തപ്പെടേണ്ടതിൻ്റെ അടുത്ത പടിയായി 2024 മാർച്ച് മാസം 14-ാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തിന് ധന്യൻ പദവി നൽകി ആദരിച്ചു. മാർ ഇവാനിയോസ് തിരുമേനിയുടെ ധന്യൻ പദവി ലഭിച്ചതിൽ മലങ്കര കത്തോലിക്ക വിശ്വാസികളോടും മറ്റ് വിശ്വാസികളോടുമൊപ്പം അതിലധികമായും പണിക്കർ കുടുംബയോഗവും സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്നു. കുടുംബയോഗത്തിൻ്റെ അനുമോദനങ്ങൾ രേഖപ്പെടുത്തുന്നതിനോടൊപ്പം അദ്ദേഹത്തിന് വിശുദ്ധ പദവി ലഭിക്കുന്നതിനായി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ അനേകായിരങ്ങൾക്ക് ദൈവാനുഗ്രഹം സമൃദ്ധിയായി ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു എന്ന് അവതാരകൻ സജി എബ്രഹാം വയലത്തല, അനുവാദകൻ പ്രൊഫസർ JV പണിക്കർ കുണ്ടറ ഒരു കയ്യടിയോടുകൂടി ഈ പ്രമേയ പ്രാസം പണിക്കർ കോർപ്പിസ്കോപ്പ, തോമസ് പണിക്കരച്ചൻ, അഡ്വക്കേറ്റ് തോമസ് പണിക്കരച്ചൻ, വിനു പണിക്കരച്ചൻ, ജോയിക്കുട്ടി അച്ഛൻ തുടങ്ങി വൈദികരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ വളരെ സന്തോഷത്തോടെ നിൽക്കുന്നത്, എന്നാൽ ആദ്യം ഒരു ക്ഷമ ചോദിക്കട്ടെ. എല്ലാ വർഷവും ഞാൻ മെത്രാപ്പൊലീത്തായതിനു ശേഷം എല്ലാ വർഷവും പണിക്കർ കുടുംബയോഗത്തിൽ പങ്കെടുക്കുമായിരുന്നു. കഴിഞ്ഞ വർഷം പങ്കെടുത്തില്ല. നിങ്ങൾ എന്നോട് പിണങ്ങത്തില്ല എന്ന് വിചാരിക്കുന്നു. അമേരിക്കയെ വെച്ച് നടത്താമെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ ആളുകൾ പങ്കെടുക്കുമെന്നാണ് എൻ്റെ ഉറച്ച വിശ്വാസം. കാരണം മർത്തോമറിയ സമാജത്തിൻ്റെ ഒരു മീറ്റിങ്ങിന് ഞാൻ ഹ്യൂസ്റ്റണിൽ പോയി പങ്കെടുത്തു. മദ്രാസിലും കോട്ടയത്തും മർത്തോമറിയ സമാജത്തിൻ്റെ മീറ്റിംഗ് ഉള്ളതായിരുന്നു. മദ്രാസിൽ കഴിഞ്ഞു, കോട്ടയത്താണ് ഇപ്പോൾ നടത്തുന്നത്. കോട്ടയത്ത് മദ്രാസിന മീറ്റിങ്ങിലൊക്കെ പങ്കെടുക്കുന്നത് 500-600 സ്ത്രീകളൊക്കെയാണ്. കോട്ടയം മദ്രാസത്തിൽ അവിടെ പോയി പറഞ്ഞു കളയുന്നത് കേട്ടോ, ഞാൻ ഈ കഥയൊക്കെ പറയുന്നില്ല. 500-ലധികം സ്ത്രീകൾ പങ്കെടുക്കാറുണ്ട്. പക്ഷെ ഞാൻ ഹ്യൂസ്റ്റണിൽ ചെന്നപ്പോൾ സൗത്ത് വെസ്റ്റ് അമേരിക്ക മദ്രാസിലെ മർത്തോമറിയ സമാജത്തിൻ്റെ മീറ്റിങ്ങിൽ ഏകദേശം 1500-ലധികം സ്ത്രീകൾ പങ്കെടുക്കുന്നത്, വിവിധ ദേശങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നത് കാണുമ്പോൾ എല്ലാവരും മലയാളികളാണ്. അതിൻ്റെ അർത്ഥം എൻ്റെ ഒരു ചിന്തയിൽ വിസയും പാസ്പോർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഭാരവാഹികൾ എല്ലാവരും കൂടെ, എല്ലാവർക്കും പോകാൻ പറ്റിയില്ലെങ്കിലും അമീന്മാരും അപ്പന്മാരും ഒന്നും എനിക്ക് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഗൗരവത്തോടാണ് നമ്മുടെ അടുത്ത തലമുറയെ അവരെവിടെയായാലും കുടുംബത്തോട് ചേർത്ത് നിർത്തി നമ്മുടെ പൂർവികർ പകർന്നു തന്ന ചില സുഹൃതങ്ങളും നന്മകളും ഒക്കെ ധാരാളമുണ്ട്. അതൊക്കെ സ്വീകരിക്കാനായിട്ട് ഇടയാവുകയും ചെയ്യണമെന്നുള്ള കാര്യം സ്നേഹപൂർവ്വം അറിയിക്കണം. അദ്ദേഹത്തിന് ഏറ്റിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്ഷതങ്ങളൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിത്വം വീണ്ടും തിരിച്ച് 23 വർഷക്കാലം ഓഫീസറായി പട്ടാളത്തിൽ സേവനം തുടർന്നു എന്നുള്ളതാണ് കൊച്ചുകോശി പണിക്കുള്ള മഹത്വം. അത് മാതൃകയാക്കാൻ പറ്റുന്നതാണ്. അതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ ആദരിക്കാൻ അദ്ദേഹത്തെ ഇന്നിവിടെ ക്ഷണിച്ചത്. അദ്ദേഹത്തിന് ഒരു പൊന്നട അണിയിക്കാനായി തിരുമേനി കുടുംബയോഗത്തിന്റെ ആദരങ്ങൾ അർപ്പിച്ചു.